നീ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. നിന്റെ ചേച്ചിയുടെ കല്യാണം നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കും. ഞങ്ങൾ എല്ലാരും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇവൾ എന്തുമാത്രം പേടിച്ചാ നിൽക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ലക്ഷ്മിയുടെ കല്യാണം അടുക്കും തോറും ഇവൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അതിന്റെ ഒപ്പം ഇവക്ക് അസുഖമുണ്ട്. ഇവളുടെ ചേട്ടൻ കാരണം നീയും പാറും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഇവളുടെ അച്ഛൻ അറിഞ്ഞ എങ്ങനെ പ്രതികരിക്കുന്നുള്ള പേടിയും ഇവക്കുണ്ടാവും. ഇപ്പൊ ആരെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇവളുടെ അച്ഛനോട് പറഞ്ഞ ആകെ പ്രശ്നമാവില്ലേ? ലക്ഷ്മിയുടെ കല്യാണത്തെ വരെ അത് ബാധിക്കും. ഇതെല്ലാം പേടിച്ചിട്ടായിരിക്കും ഇവള് നമ്മളിൽ നിന്ന് അകൽച്ച പാലിക്കുന്നത്. ഇവളുടെ അവസ്ഥ മനസ്സിലാക്കാതെ ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? നമ്മൾ പാറുവിന്റെ നല്ലതിന് വേണ്ടിയാണ് പൂജ നടത്താൻ പോയത്. ഇപ്പൊ അതേ പൂജയുടെ കാര്യം പറഞ്ഞ് നമ്മൾ അവളുടെ മനസ്സമാനം നാശിപ്പിച്ച അതിനെന്താ അർത്ഥമുള്ളത്? ഇതൊക്കെ അമ്മ ആലോചിച്ച് കൂട്ടുന്നതല്ലേ? അത് തന്നെ പ്രശ്നമെന്ന് പാറു പറഞ്ഞോ? ഇവളൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം ഞാൻ ആലോചിച്ചു കൂട്ടിയതുപോലെ തന്നെ ആയിക്കോട്ടെ. മോളെ, നീ ഒന്നും പറയണ്ട. നിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങളോടെല്ലാം തുറന്നു പറയണമെന്ന് നിനക്ക് തോന്നുന്ന ഒരു ദിവസം വരും. അന്ന് നീ ഞങ്ങളോടെല്ലാം പറഞ്ഞാ മതി. നിങ്ങളും ഇവളെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് നിർത്തണം. മോളെ, നീ ഇന്നലെ പൂജയ്ക്ക് വരാത്തതിനെ കുറിച്ച് എനിക്ക് ടെൻഷനില്ല. പക്ഷേ നിന്റെ പേര് പറഞ്ഞ് തീയിലേക്ക് നെയ്യ് ഒഴിച്ചപ്പോ അത് പൊട്ടിത്തെറിച്ചു. അതൊരു അപശകുനായിട്ട് എനിക്ക് തോന്നി. നിനക്കെന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്നൊരു പേടി എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടായി. ഇപ്പൊ നിന്നെ നേരിട്ട് കണ്ടപ്പോ ആ പേടി മാറി. കരയല്ലേ മോളെ? ഒരു കാര്യം നീ മറക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ പ്രശ്നം എന്താണെന്ന് നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും അമ്മ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മയോട് ക്ഷമിക്കണം. കരയല്ലേ മോളെ? സാരയില്ലെന്ന് പറഞ്ഞില്ലേ? നീ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ കൂടെ ഉണ്ട്. നീ പ്രിയനുമായിട്ട് സംസാരിച്ചിരിക്കെ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. വേണ്ടമ്മേ, എനിക്കിപ്പോ വിശപ്പില്ല. ശരി, നിനക്ക് കുറെ തിരക്കുണ്ടാവും. എടാ, ഇവക്ക് എങ്ങോട്ടാ പോണ്ടേന്ന് വെച്ചാ നീ അവിടെ കൊണ്ടുവിട്. ശരി. നിങ്ങളൊന്നും ഒരു കാലത്ത് നന്നാവില്ല. എന്തെങ്കിലും ചെയ്. ദർശന നിക്ക്. ദേഷ്യം വന്ന അവള് വായി തോന്നുമൊക്കെ വിളിച്ചു പറയും. അതൊന്നും നീ കാര്യാക്കണ്ട. 2 ദിവസം കഴിഞ്ഞ നിന്റെ പുറകെ ഏടത്തിയമ്മയെന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടി നടക്കും. അവളുടെ ദേഷ്യമൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. എടാ, നീ ഇവളെ കൊണ്ടുവിട്. ചെല്ലുമോളെ. ശരിയാണ്.